ക്രിസ്തു പറയാണ്, ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം അത് സത്യമാകണമെന്നില്ല, എന്റെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഞാൻ സാക്ഷാൽ ദൈവമാണെന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിന് തുല്യനാണെന്ന് പറഞ്ഞാൽ, ഞാൻ സാരാംശത്തിൽ തുല്യനാണെന്ന് പറഞ്ഞാൽ, ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞാൽ, ഞാനാണ് സാക്ഷാൽ മശിഹ എന്ന് പറഞ്ഞാൽ എന്റെ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വസനീയമാകുന്നില്ല. എന്നാൽ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന രണ്ട് സാക്ഷികളെയല്ലേ യഹൂദ ന്യായപ്രമാണ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത്. ആ നിയമം എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് ഒന്ന്. യേശു പറയാണ്, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് എൻ്റെ പിതാവാണ്. എന്താണ് എന്നെക്കുറിച്ച് പിതാവ് പറഞ്ഞ സാക്ഷ്യം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നാണ് പിതാവിന്റെ സാക്ഷ്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് നമ്മുടെ പൊതുസമൂഹത്തിൽ, വിശേഷിച്ച് നമ്മുടെ പെന്തക്കോസ്ത്, ഇവാഞ്ചലിക്കൽ, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് സമൂഹത്തിൻ്റെ ഇടയിൽ ദൈവത്വം പറയാൻ ഇഷ്ടപ്പെടാതെ യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നതിലാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യം. അതിന് മറുപടിയായി ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും പറയുന്നത്, ബൈബിളിൽ യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ്. എന്നാൽ എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പിതാവ് സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ക്രിസ്തു സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവമാണ് ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം കൊടുക്കുന്നത്. ആ ന്യായപ്രമാണം കർത്താവ് കൊടുക്കുമ്പോൾ, വിശേഷിച്ച് കൽപ്പനകൾ കൊടുക്കുമ്പോൾ, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. പിന്നീട് ലേവ്യരോടുള്ള ബന്ധത്തിൽ മോശയോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ദൈവമെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന ന്യായപ്രമാണ നിയമങ്ങളും അവിടെ നൽകുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഇത് യഹൂദന്മാരുടെ പ്രാർത്ഥനയും അതുതന്നെയാണ്. ആവർത്തന പുസ്തകത്തിൽ ദൈവമേകൻ തന്നെ എന്ന പ്രയോഗത്തിൽ അത് വളരെ വ്യക്തമാണ്. പക്ഷേ ആ ഏകനായ ദൈവം മശിഹയാണ്. ആ മശിഹയെക്കുറിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ മശിഹ ക്രിസ്തുവാണ് എന്ന് ക്രിസ്തു തന്നെ തൻ്റെ ഭാഷയിലൂടെ, തൻ്റെ ഭാഷാ പ്രയോഗത്തിലൂടെ ക്രിസ്തു തന്നെ അത് സാധൂകരിക്കുന്നു എന്നുള്ള വസ്തുത പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രൻ എന്നതിനേക്കാൾ അപ്പുറത്ത് യേശു ദൈവമാണെന്ന് പറയാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ ഭക്തിയുടെ, ബൈബിളിൻ്റെ ആധാരം എന്ന് പറയുന്നത് അതാണ്. അത് പറയാനൊരു കാരണം, നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അത് വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതായത് ക്രിസ്തു സാരാംശത്തിൽ തുല്യൻ എന്ന് പറയുന്ന ആ പ്രയോഗത്തിലൂടെ യഹൂദന്മാര് ക്രിസ്തുവിന്റെ മേൽ ആരോപിക്കുന്ന കുറ്റവും അത് തന്നെയാണ്. അവൻ ദൈവത്തിന് തുല്യനെന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുൻപ് ഏകദേശം 5 തവണ ക്രിസ്തുവിനെ അവർ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു. അതിന് കാരണം ക്രിസ്തു ദൈവത്തിന് തുല്യൻ, ഹോമോ ഉസിയോസ് എന്ന് പറയുന്ന വാക്ക് പറഞ്ഞു എന്നുള്ളതാണ്. ഹോമോ ഉസിയോസ് എന്ന് പറയുന്ന പദത്തിന് സാരാംശത്തിൽ തുല്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. സാരാംശത്തിൽ തുല്യൻ എന്ന് പറഞ്ഞാൽ
പിതാവിന്റെ സാരാംശം, പുത്രന്റെ സാരാംശം, പരിശുദ്ധാത്മാവിന്റെ സാരാംശം, ഇതെല്ലാം ചേരുന്ന ദൈവത്തിന്റെ സാരാംശമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് യഹൂദന്മാർ യേശുവിൻ്റെ മേലുള്ള കുറ്റാരോപണം നിർവഹിക്കുന്നത്. ആ കുറ്റാരോപണത്തിൽ നിന്ന് ക്രിസ്തു പറയാൻ ആഗ്രഹിക്കുന്നതും അവർ ഗ്രഹിച്ചതും യേശുക്രിസ്തു മശിഹയാണെന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് അവർ ഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പിടിക്കാൻ പടയാളികളും സൈന്യബാഹുല്യവും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിക്കുമ്പോൾ നസറേയനായ യേശുവിനെ എന്ന് പറയുമ്പോൾ യേശു പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, അത് ഞാനാകുന്നു. യേശു പറഞ്ഞപ്പോൾ പിടിക്കുവാൻ വന്ന ആ ജനം മുഴുവൻ ക്രിസ്തുവിന്റെ മുൻപിൽ കമഴ്ന്നു വീഴുന്നതായി ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവർ ഭയന്നുപോയി. ഞങ്ങൾ സംസാരിക്കുന്നത്, ഞങ്ങൾ പിടിക്കുവാൻ വന്നത്, ഞങ്ങൾ കാത്തിരുന്ന സർവശക്തനായ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവന്ന ആ മശിഹയുടെ മുൻപിലാണോ, ആ മശിഹയാണോ ഞങ്ങൾ പിടിക്കുവാൻ വന്നതെന്ന് അറിഞ്ഞ് അവർ ബോധരഹിതരായി നിലത്ത് വീണു. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ ഭാഷയിലൂടെ, ഭാഷാ പ്രയോഗത്തിലൂടെ, വ്യാകരണങ്ങളിലൂടെയൊക്കെ അവിടെയുള്ള ജനത്തോട് സംവദിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദൈവിക ഭാവമാണ്, ദൈവിക പരിവേഷമാണ്. ആ പരിവേഷത്തെ യഥാർത്ഥമായി ജനം തിരിച്ചറിയണം. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നതിൽ വിമൂഖത കാട്ടുന്നു എന്നുള്ള ഒരു ശോചനീയമായ കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ പ്രസക്തി. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ 38 വർഷമായി രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ 38 വർഷമായി രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, യോഹന്നാൻ നമ്മളെ പറഞ്ഞ് ഗ്രഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ 38 വർഷമായി രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ, സൗഖ്യം പ്രതീക്ഷിച്ച് കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, യേശു അവനോട് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന ചോദ്യമാണ്. ഒരു പക്ഷേ ഈ ചോദ്യം ഇറലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്ന ഒരു വായന നമ്മൾ സാംശീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ക്രിസ്തുവിന്റെ മറുപടി, നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് മറുപടി പറയുമ്പോൾ, ഈ മനുഷ്യൻ കിടക്കയെടുത്ത് നടക്കാൻ, സൗഖ്യം പ്രാപിക്കാനായിട്ട് അവൻ കിടക്കയെടുത്ത് നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ, പ്രത്യേകിച്ച് പരീശന്മാർ, ശബത്ത് ലംഘനം എന്ന നിലയിൽ അവര് വ്യാഖ്യാനിക്കുകയാണ്. പരീശന്മാർ അത് ചെയ്യുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. പരീശന്മാരുടെ യാത്രയിൽ അവരെപ്പോഴും കയ്യിൽ കൊണ്ട് നടന്നിരുന്ന ന്യായപ്രമാണ ഗ്രന്ഥമുണ്ട്, ശബത്ത് ലംഘന നിയമ പുസ്തകമുണ്ട്. അതിൽ 39 ശബത്ത് ലംഘന നിയമങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത്. ആ പുസ്തകത്തിലെ ശബത്ത് ലംഘനത്തെ കുറിച്ച് അവർ ക്രിസ്തുവിനോട് സംസാരിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം, ഈ അധ്യായത്തിലെ പ്രമേയം. ആ മനുഷ്യന് സൗഖ്യം ലഭിക്കുന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. പക്ഷേ ആ സുഖമില്ലാതിരുന്ന മനുഷ്യൻ സൗഖ്യമായത് ശബത്ത് ദിവസത്തിലായിരുന്നു. അതുകൊണ്ടാണ് 39 ശബത്ത് ലംഘന നിയമങ്ങളുള്ള പുസ്തകത്തിൽ നിന്ന് ശബത്ത് ലംഘന നിയമമായ കിടക്കയെടുത്ത് നടക്കുവാൻ പറഞ്ഞു എന്ന കൽപ്പനയെ പരീശന്മാർ ഉയർത്തിക്കൊണ്ടുവരികയും യേശു കൽപ്പന ലംഘിച്ചു എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശബത്ത് നിയമം എന്താണ്? കട്ടിലോ മേശയോ ശബത്തിൽ നീക്കിയാൽ അത് ശബത്ത് ലംഘനമാണ്. എന്നാൽ ഈ ശബത്ത് നിയമങ്ങളെ കുറിച്ച് ഗഹനമായ അറിവുള്ള
ക്രിസ്തു പറഞ്ഞത് കട്ടിൽ നീക്കുവാനല്ല, മേശ നീക്കുവാനല്ല പറഞ്ഞത്. യേശു പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്: കിടക്കയെടുത്ത് നടക്കാം. അപ്പോൾ രോഗസൗഖ്യം പ്രാപിക്കുന്ന ഈ മനുഷ്യൻ അവന്റെ കിടക്കയെടുത്ത് ആദ്യമായി വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പരീശന്മാരുടെ ഉപദേശത്തെക്കുറിച്ച് യേശുവിന് വ്യക്തമായ ധാരണയുണ്ട്. പരീശന്മാർ ഒരിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവരാണ്. അതിശയോക്തിയിൽ വിശ്വസിക്കാത്ത ഒരു സമൂഹമാണ് പരീശന്മാർ. രണ്ട്, അവർ തിരുവചനത്തെ വിശ്വസിക്കാത്തവരാണ്. അവരുടെ പാരമ്പര്യങ്ങളിൽ അവര് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കാത്ത ഒരു സമൂഹമാണ് ഈ പരീശ സമൂഹം. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും എങ്ങനെയാണ് ശബത്ത് ലംഘനമാകുക? ഇതാണ് ക്രിസ്തു അവരുടെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ. പാവപ്പെട്ട ഒരു മനുഷ്യനെ യഹൂദന്മാർ കഴിഞ്ഞ 38 വർഷമായി തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് പരീശന്മാർ ഇത് പറയുന്നത് എന്ന് യേശുക്രിസ്തു ഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തിൽ പറയുന്നത് ഒന്നും വിശ്വസിക്കാത്ത, പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തോടുള്ള കാഴ്ചപ്പാട് നഷ്ടമാക്കി കളഞ്ഞ ഈ പരീശന്മാർ പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ സഭാജീവിതത്തെ ആരോഗ്യപരമായി കൊണ്ടുപോകുന്നതിൽ അല്പം പോലും താല്പര്യം കാണിക്കാത്ത പരീശന്മാരാണ് യേശു ശബത്ത് ലംഘിച്ചു എന്ന് ആവർത്തിച്ചു പറയുന്നത്. യേശുവിന് വേണമെങ്കിൽ ശബത്താണെന്നറിഞ്ഞിട്ടും വേണമെങ്കിൽ ശബത്തിന് ശേഷം വരാമായിരുന്നു. ശബത്താണെന്നറിഞ്ഞതിന് മുൻപേ യേശുവിന് വരാമായിരുന്നു. പക്ഷേ യേശു അങ്ങനെ ഒരു ദിവസവും തിരഞ്ഞെടുക്കാതെ യേശു ശബത്ത് നാളിൽ ഇത് ചെയ്തത്, ഈ രോഗിയായ മനുഷ്യന് സൗഖ്യം നൽകിയത് എന്തിനാണെന്ന് വ്യക്തമായ ധാരണ ക്രിസ്തുവിനുണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഈ പരീശന്മാർ ചോദ്യം ചെയ്യുന്നത് the nature of activity brought us tremendous controversies. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയെ അവർ ചോദ്യം ചെയ്ത് ക്രിസ്തുവിന്റെ ദൈവിക ഭാവത്തെ, ദൈവിക പരിവേഷത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള നിലയിലാണ് പരീശന്മാർ ക്രിസ്തുവുമായി സംവദിക്കുന്നത്. അതിലെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന ഉത്തരം അവരോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പിതാവ് ഈ ശബത്തിൽ ആവശ്യക്കാരനായ ഈ മനുഷ്യന് സൗഖ്യം കൊടുത്താൽ എനിക്കെങ്ങനെയാണ് മൗനമായിരിക്കാൻ പറ്റുക? അവിടെയാണ് ഹോമോഉസിയോസ് എന്ന് പറയുന്ന പദം, ഞാനും പിതാവും തുല്യനാണെന്ന് പറഞ്ഞതിന്റെ ഗൗരവം, യേശുക്രിസ്തുവിന്റെ ദൈവിക പരിവേഷത്തിന്റെ സാരാംശത്തിന്റെ തുല്യത യേശു പറയുന്നത് അവിടെയാണ്. പിതാവ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എങ്ങനെയാണ് മൗനമായിരിക്കാൻ പറ്റുക? ഞാൻ സാക്ഷാൽ ദൈവമായിരിക്കുന്നത് കൊണ്ട് ആവശ്യക്കാരന് ശബത്ത് നാളിൽ ഞാൻ സൗഖ്യം കൊടുക്കേണ്ടതല്ലയോ? അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. അപ്പോൾ ശബത്ത് ലംഘിച്ചത് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞു, തന്നെ ദൈവത്തോട് സമനാക്കി. അപ്പോൾ ഇവിടെ അവർ പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശുവിന്റെ നേച്ചർ ഓഫ് ആക്ടിവിറ്റി. എന്താണ് ക്രിസ്തുവിന്റെ നേച്ചർ? ആ നേച്ചറിനെ കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്.
പിതാവ് ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. എൻ്റെ നേച്ചർ ആ ഗോഡ്സ് നേച്ചറാണ്, ആ ദൈവത്തിൻ്റെ ഡീറ്റിയാണ് എന്ന ഭാഷാപ്രയോഗത്തിലൂടെ അവിടെയുള്ള പരീശന്മാരോട്, അവിടെയുള്ള യഹൂദനോട് ക്രിസ്തുവിൻ്റെ മശികൈകത്വം റിവീല് ചെയ്യുന്നു എന്നുള്ള സത്യമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. പക്ഷെ ഈ ദൈവിക ഭാവത്തെ പലപ്പോഴും റിവീല് ചെയ്യാൻ, പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ നമ്മുടെ വ്യാഖ്യാതാക്കൾക്കും പ്രസംഗകർക്കും കഴിയാതെ വരുന്നു. ആ രോഗിയായ മനുഷ്യന് ലഭിച്ച സൗഖ്യത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വ്യാഖ്യാനം നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. എന്നാൽ അതിലപ്പുറത്ത് ക്രിസ്തുവിന്റെ നേച്ചർ ഓഫ് ആക്ടിവിറ്റി, ആ നേച്ചർ ദൈവിക ഭാവമാണെന്നുള്ള സാരാംശമാണ് ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുവാനായി ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ, അപ്പോൾ ഇതുവരെ യേശുവിന്റെ നേച്ചർ ഓഫ് ഐഡന്റിറ്റി ആണ് അവർ ചോദ്യം ചെയ്തതെങ്കിൽ, ഇപ്പോൾ അവരുടെ പ്രശ്നം യേശുവിന്റെ ഐഡന്റിറ്റിയെ അവർ ചോദ്യം ചെയ്യുകയാണ്. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: അവർ അവനോട് കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. വാട്ട് ഈസ് ഹിസ് ഐഡന്റിറ്റി? ഹു വാസ് ഹി? ആരാണവൻ? നിന്നെ സൗഖ്യമാക്കിയത്, നിന്നോട് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞത് ആ മനുഷ്യൻ ആരാണ്? വാട്ട് ഈസ് ഹിസ് ഐഡന്റിറ്റി? ഹു ഈസ് ദിസ് മാൻ? അവിടെയാണ് യേശുവിന്റെ മറുപടി ആശ്ചര്യമായി മാറുന്നത്. അതിന്റെ 19-ാം വാക്യം എന്താണ്? 19-ാം വാക്യം: ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യേശു പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശുവിന്റെ ഒരു ക്ലിയർ ക്ലെയിം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് ആ ക്ലിയർ ക്ലെയിം? യേശു പറയാണ്, എന്റെ ഡീറ്റി, എന്റെ ദൈവികത. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതയും അതാണ്. യേശുക്രിസ്തുവിന്റെ ഡിവൈൻ നേച്ചർ ആണ് യോഹന്നാൻ പ്രതിപാദ്യ വിഷയമായി പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. യേശു പറയുന്നത്, ഞാനും പിതാവും ഒരുമിച്ച് മനുഷ്യന്റെ രക്ഷാകരമായ പ്രവൃത്തിക്ക്, ശാരീരികമായ ആവശ്യത്തിന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുന്നത്. എൻ്റെ ഐഡന്റിറ്റി അത് ഡീറ്റി ഉള്ളതാണ്, ദൈവിക ഭാവമുള്ളതാണ്, പൂർണ്ണ ദൈവത്വമുള്ളതാണ് എന്ന ആശയം തുടർന്ന് 22 മുതൽ 29 വരെയുള്ള വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട്, കൂടുതൽ വിശദീകരിച്ച് കാണുവാനായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവസാന നാളിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ കുറിച്ച്, അധികാരത്തിന്റെ ശക്തിയെ സംബന്ധിച്ച് അവിടെയുള്ള 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലെ വിശദാംശത്തിൽ യോഹന്നാൻ വിശദീകരിച്ചു പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളുടെ അന്ത്യനാളുകളിൽ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും, നിത്യജീവൻ നൽകുന്ന ശക്തി ഇപ്പോൾ എന്നിലുണ്ട് എന്ന് ക്രിസ്തു അവിടെ ഒരു പ്രതിപാദനത്തിലൂടെ നൽകുന്ന ഒരു കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യേശു സ്വയം പ്രഖ്യാപിക്കുന്ന കാര്യം, ഞാൻ സാക്ഷാൽ ദൈവമാണ്, ഞാൻ ദൈവത്തിന് തുല്യനാണ്, ഞാൻ ഏക ദൈവമാണ്, എറ്റേണൽ സൺ ഓഫ് ദ ഫാദർ എന്ന പ്രഖ്യാപനത്തിലൂടെ നിത്യപിതാവിന്റെ നിത്യപുത്രൻ. യേശു എംഫസൈസ് ചെയ്യുന്നത് അന്ത്യനാളിലെ സകല ന്യായവിധിയും നടത്തുന്നത് പുത്രനാണ് എന്നുള്ള പിതാവിന്റെ പ്രഖ്യാപനത്തിലേക്ക് ക്രിസ്തു വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉയർപ്പിന്റെ നാളിലെ ലക്ഷ്യം യേശുവിനോടുള്ള ആത്മബന്ധത്തെ ആശ്രയിച്ചാണ് എന്നുള്ള പ്രയോഗമാണ്. അതാണ് നിത്യജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ അന്ത്യനാളിലെ ന്യായവിധി ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ്. എൻ്റെ ഐഡന്റിറ്റി എന്താണ്? എൻ്റെ ഐഡന്റിറ്റി ഡീറ്റി ഉള്ളതാണ്, ദൈവികമാണ്, ഡിവൈനാണ്, അത് പൂർണ്ണ ദൈവമാണ്. ഞാനാണ് യഥാർത്ഥ മശിഹ
എന്നുള്ള ഭാഷ അവിടെയുള്ള പരീശന്മാർക്കും യോഹന്നാന്റെ കേൾവിക്കാർക്കും അത് വ്യക്തമായി മനസ്സിലാക്കി. അപ്പോൾ പുതിയ ജീവിതം നമുക്ക് നൽകുന്നതിനെ ആശ്രയിച്ച് അത് ക്രിസ്തുവിൽ ആശ്രയിക്കുക. നമ്മുടെ അന്ത്യന്യായവിധി, ക്രിസ്തു പ്രസ്തുത നിത്യ മഹത്വം നാം കാണാതെ പോകരുത്. ആ ദൈവിക നിയമം, ആ ദൈവിക ഭാവം അത് എന്താണ് എന്ന് പറയുകയാണ്. ആ പാർലൈസായ മനുഷ്യനോട് ക്രിസ്തു നൽകിയ മഹത്വമാർന്ന ക്രിസ്തുവിന്റെ ദൈവിക ഭാവം എറ്റേണൽ ലൈഫിലൂടെ അവൻ അത് തിരിച്ചറിഞ്ഞു. നമുക്കും ആ ക്രിസ്തുവിന്റെ ദൈവിക ഭാവത്തെ, ക്രിസ്തു യഥാർത്ഥ ദൈവം എന്ന നിലയിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. മൂന്നാമത്തെ യേശുവിന്റെ ദൈവിക ഭാവത്തെ കുറിച്ച്, യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് സാക്ഷാൽ ദൈവമാകുന്നത് എന്ന് അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ആക്ടിവിറ്റിയാണ്, ഐഡന്റിറ്റി ഓഫ് ആക്ടിവിറ്റി ആയിരുന്നു ചോദ്യം ചെയ്യുന്നതെങ്കിൽ. രണ്ട്, യേശുവിന്റെ ഐഡന്റിറ്റിയാണ് അവർ ചോദ്യം ചെയ്യുന്നതെങ്കിൽ. മൂന്നാമത്, യേശുവിന്റെ അധികാരത്തെയാണ് അന്നത്തെ പരീശന്മാർ ചോദ്യം ചെയ്യുന്നത്. എന്താണ് യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നത്? ആവർത്തന പുസ്തകം 17-19 അധ്യായം വായിക്കുമ്പോൾ ഒരു യഹൂദ ലോ കോഡുണ്ട്. എന്താണ് ആ ലോ കോഡ് എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം സാക്ഷി മുഖാന്തരമല്ലാതെ തെളിവായി നിരത്തുവാൻ കഴിയില്ല. അത് ആവർത്തന പുസ്തകം 17-ാം അധ്യായവും 19-ാം അധ്യായവും 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു വാക്യം എങ്ങനെയാണ്? മരണയോഗ്യമായവനെ കൊല്ലുന്നത് 2-3 സാക്ഷികളുടെ വാമൊഴിയാലായിരിക്കണം എന്നത് ഒരു ജൂഷ് ലോ കോഡാണ്. അപ്പോൾ യേശുവിനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ 2 സാക്ഷികളെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അധികാരം സംബന്ധിച്ച് യേശുവിനെ ചോദ്യം ചെയ്യുമ്പോൾ യേശു പറയുന്ന വാക്ക് വളരെ രസകരമായി നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 31-ാം വാക്യം, ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു. അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യം എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ യഹൂദന്മാരുടെ ആ നിയമത്തിന്റെ വ്യവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ക്രിസ്തു പറയാണ്, ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം അത് സത്യമാകണമെന്നില്ല, എൻ്റെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഞാൻ സാക്ഷാൽ ദൈവമാണെന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിന് തുല്യനാണെന്ന് പറഞ്ഞാൽ, ഞാൻ സാരാംശത്തിൽ തുല്യനാണെന്ന് പറഞ്ഞാൽ, ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞാൽ, ഞാനാണ് സാക്ഷാൽ മശിഹ എന്ന് പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വസനീയമാകുന്നില്ല. എന്നാൽ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന 2 സാക്ഷികളെയല്ലേ യഹൂദ ന്യായപ്രമാണ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത്? ആ നിയമം എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് ഒന്ന്, യേശു പറയാണ്, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് എൻ്റെ പിതാവാണ്. എന്താണ് എന്നെക്കുറിച്ച് പിതാവ് പറഞ്ഞ സാക്ഷ്യം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നാണ് പിതാവിന്റെ സാക്ഷ്യം. അവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായി വന്നത്, അവൻ ദൈവമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലും എന്ന് പിതാവിനറിയാവുന്നത് കൊണ്ട് പിതാവിന്റെ സാക്ഷ്യം പറയുകയാണ്, അവൻ എൻ്റെ പ്രിയപുത്രനാണ്, അവൻ സാക്ഷാൽ ദൈവമാണ്, എൻ്റെ സമതുല്യതയുള്ള, സാരാംശത്തിൽ തുല്യതയുള്ള അതേ പുത്രനാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് എന്ന് പിതാവ് സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സാക്ഷിയെ കർത്താവ് തന്നെ നൽകുകയാണ്. ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാകുകയില്ലല്ലോ. രണ്ടാമത് ക്രിസ്തു സാക്ഷിയായി നൽകുന്നത് അതിന്റെ 36-ാം വാക്യത്തിലാണ്. 36-ാം വാക്യത്തിൽ പറയുകയാണ്. എന്താണ് 36-ാം വാക്യത്തിൽ പറയുന്നത്? എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. അപ്പോൾ രണ്ടാമത് താൻ പറയുകയാണ്, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് യോഹന്നാൻ സ്നാപകനാണ്. സ്നാനപ്പെടുത്തുവാൻ യോർദാൻ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ സ്വർഗം തുറന്നതും സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേട്ടതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെട്ടതുമാണ്. സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. മൂന്നാമത്
യേശു ക്രിസ്തു സാക്ഷ്യം പറയുന്നത് ടെസ്റ്റ് മണി ഓഫ് മൈ മിറക്കിൾ 39 വാക്യത്തിൽ, അതിന് 39-40 വാക്യത്തിൽ പറയുന്നത് ദൈവവചനം എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു, എന്റെ പ്രവർത്തികൾ നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യം പറയുന്നു. 39-40 വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ ക്രിസ്തു മൂന്നാമത് ഒരു സാക്ഷിയെ ഈ പരീശന്മാരുടെ മുമ്പിൽ വെക്കുകയാണ്. യേശുവിനെ കൊല്ലാൻ വരുന്നവരുടെ മുമ്പിൽ 2 സാക്ഷികളെ നിരത്തിയാൽ മതി. യേശുവിന്റെ അധികാരം സംബന്ധിച്ച്, നിന്റെ അധികാരം എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യത്തിന് 2 സാക്ഷികളെ നൽകിയാൽ മതി. യേശു 2-ലധികം സാക്ഷികളെ നൽകുകയാണ്. പിതാവിന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? പിതാവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. 2, എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് യോഹന്നാൻ സ്നാപകനാണ്. 3, എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റാരുമല്ല, നിങ്ങൾ നിരന്തരം വായിക്കുന്ന, നിങ്ങൾ നിരന്തരം ആത്മികമായി ശ്രേഷ്ഠത പുലർത്തുന്ന തിരുവചനത്തിലെ സാക്ഷ്യം എന്നെ കുറിച്ചുള്ളതാണ്. ആ തിരുവചനം നിങ്ങൾ പരിശോധിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ആ നിത്യജീവനെ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ അധികാരിയായ, ഈ ദൈവമായ എന്റെ അടുക്കലേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള ദൈവവചനത്തിന്റെ സാക്ഷ്യത്തെ ക്രിസ്തു അവിടെ വിശദീകരിച്ച് പറയുകയാണ്. അപ്പോൾ ഓറ്റി സ്ക്രിപ്റ്റേഴ്സ് കാണാതറിയാവുന്നവരോടാണ് ക്രിസ്തു സാക്ഷ്യമായി പറയുന്നത്. 1, പിതാവ് സാക്ഷ്യം പറയുന്നു. 2, യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറയുന്നു. 3, തിരുവചനം എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ തിരുവചനം പരിശോധിച്ച് സത്യം അറിഞ്ഞു, പക്ഷേ നിങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലീജിയസ് ഡിസിപ്ലിൻ, നിങ്ങളുടെ റിലീജിയസ് ഡ്യൂട്ടി നല്ലതാണ്, പക്ഷേ സ്റ്റിൽ യു ആർ മിസ്സിംഗ് ദ മെയിൻ തിങ് അബൌട്ട് മൈ ഗോഡ്ഷിപ്പ്. എന്റെ ദൈവിക സാരാംശത്തെ നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. അത് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം. എന്റെ അടുക്കൽ നിങ്ങൾക്ക് വരുവാൻ കഴിയണം. ഞാൻ സാക്ഷാൽ ദൈവമാണ്, ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 38 വർഷം രോഗിയായിരുന്ന മനുഷ്യൻ നിമിത്തം യഹൂദരായ മതനേതാക്കന്മാരോടുള്ള യേശുവിന്റെ മറുപടി, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നുള്ള ചോദ്യത്തിന് യേശു അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരോടും നൽകുന്ന ഉത്തരമാണ്, നിനക്ക് മനസ്സുണ്ടോ എന്നെ അംഗീകരിക്കാൻ, ഒരു മാറ്റത്തിന് ഹൃദയം നൽകാൻ, മാറ്റത്തിന് ഹൃദയം സമർപ്പിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു ഭാവിയെ ഞാൻ നിനക്ക് തരും. ഒരു സാധ്യതകളും മനുഷ്യന്റെ മുമ്പിൽ ഇല്ലാതിരിക്കുമ്പോൾ യേശു എന്ന ശ്രേഷ്ഠനായ, സർവപ്രപഞ്ചത്തിന്റെയും ഉടയവനായ ആ ക്രിസ്തുനാഥനെ ദൈവമായി കാണാൻ, ദൈവമായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നുള്ള ചോദ്യമാണ് ക്രിസ്തു നൽകുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ചർച്ചിൽ വരുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ യേശുവിനെ ദൈവമായി സ്വീകരിച്ച് ആ ദൈവം നൽകുന്ന ശ്രേഷ്ഠതകളെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് ക്രിസ്തുവിന്റെ ദൈവിക ഭാവത്തെ യോഹന്നാൻ 5-ാം അധ്യായത്തിലൂടെ നമ്മളെ വരച്ചു കാട്ടുന്നത്. പലപ്പോഴും ആ യേശുക്രിസ്തുവിന്റെ ദൈവിക ഭാവത്തെ നമ്മൾ മറന്നിട്ട് ആ സൗഖ്യം പ്രാപിച്ച മനുഷ്യനെ മാത്രം നമ്മൾ ഉയർത്തിക്കാട്ടുന്നത് ബൈബിൾ വ്യാഖ്യാനത്തിലെ അപകടമാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിന്റെ ദൈവിക ഭാവത്തെ തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ.